ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഇടാനോ അല്ല ഞാൻ വന്നേക്കുന്നത്. എൻ്റെ നാട് വയനാടാണെന്ന് ആർക്ക് അറിയാമല്ലോ. അപ്പോൾ എൻ്റെ വയനാട്ടിൽ നടന്നൊരു മഹാ ദുരന്തം, അത് ലോകമെമ്പാടും എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പം അവരെ ഒരാളെയെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണെങ്കിൽ അത്രയും നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഉള്ള ആൾക്കാർ ഒരു വ്യക്തികളെ കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ കണ്ടെത്തിയിട്ട് അവർക്ക് നേരിട്ട് എന്തെങ്കിലും സഹായിക്കാൻ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. അവർ ജീവിതത്തിൽ മുഴുവൻ കഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടു, പിന്നെ ബന്ധുമിത്രാദികളുടെ ജീവൻ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടവരാണ് അവരെല്ലാം. അതിനിടയ്ക്ക് അവർ ചിലരുടെ വീട് ഭാഗികമായിട്ടൊക്കെ പോയിട്ടുള്ളൂ, ചിലർ അടയ്ക്കാതെയൊക്കെ പോയി ഇറങ്ങി ഓടിയിട്ടുണ്ട്. അവിടെ ഒരുപാട് കള്ളന്മാരുടെ ശല്യം ഉണ്ടെന്ന് ഞാനിങ്ങനെ അറിയാൻ ഇടയായി. അതുങ്ങളൊരായുസ് മുഴുവൻ അധ്വാനിച്ചതായിരിക്കും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഉള്ളത്. അത് കക്കുക എന്ന് പറഞ്ഞാൽ അതും എടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ മനസാക്ഷിക്ക് നടക്കാത്തൊരു കാര്യമല്ലേ. അതൊന്നും നമ്മുടെ എന്താ പറയുക, അതൊക്കെ ചെയ്യാണ്ടിരിക്കുക. അതേപോലെ അവർക്ക് വേണ്ടി ചെയ്യുന്ന സഹായത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഡ്രസ്സ്, കാര്യങ്ങൾ, കാശ്, അതിൽ നിന്നും എടുക്കുന്നവരുണ്ട്. നല്ല ഡ്രസ്സ് കാണുമ്പോൾ അത് മാറ്റിയെടുക്കുക, അത് മാറ്റി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാണ്ടിരിക്കുക. കാരണം അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് അങ്ങ് എന്താ പറയുക, ഒത്തിരി വേദന തോന്നുക. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അത് മനസ്സോടുകൂടി ചെയ്യണം, അതിൽ നിന്ന് കഴിയിട്ട് വരാൻ നമ്മൾ പാടില്ല. അതാണ് എനിക്ക് പറയുന്നത്. അങ്ങനെ ഒരു അപേക്ഷയായിട്ടാണ് ഞാൻ വന്നേക്കണം. ഒരിക്കലും അവരുടെ ബാക്കിയുള്ള അത് നമ്മൾ എടുക്കാതിരിക്കാൻ നോക്കാമല്ലോ. ഒന്നും കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, അവരെ ഉപദ്രവിക്കാതെ അവരെ ബാക്കി വരുന്നെങ്കിൽ അവരെന്തെങ്കിലും എടുത്ത് സ്വരുക്കൂട്ടി ജീവിച്ചോട്ടെ. അത് നമ്മളാരും അത് തട്ടിപ്പറിക്കാനോ എടുത്തുകൊണ്ട് പോകാനോ ശ്രമിക്കാതിരിക്കുക. നമ്മൾ കുറച്ച് മനസ്സാക്ഷി അവരോട് കാണിക്കുക. അവരുടെ അവസ്ഥ ഓരോരുത്തരും ചെന്ന് കാണണം, എന്നാലല്ലേ അവരുടെ അവസ്ഥ അറിയുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ അംഗവൈകല്യമുള്ളവരുണ്ട്, ഭിന്നശേഷിക്കാരായ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഈ ഇതിൽ നമുക്ക് എന്താ പറയുക, ഒരു പൊതുവായ സ്ഥലത്ത് താമസിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് അറിയാമല്ലോ നമുക്ക്. അവർക്ക് ചിലപ്പം ഭിന്നശേഷിക്കാരായവർ പൊതുവായിട്ട് മലവിസർജനം ഒക്കെ ചെയ്യും. അത് അവർക്ക് അറിവില്ലായ്മയാണ്, അവരുടെ അന്നേരത്തെ ആ മൈൻഡാണ് അതൊക്കെ ചെയ്യിക്കുന്നത്. അങ്ങനെയുള്ളവർക്കൊരു കൊച്ചു വീടൊക്കെ വേണ്ടേ, ഒരു സ്വന്തമായിട്ടൊരുള്ള. അപ്പോൾ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നമുക്ക് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. എനിക്ക് അങ്ങനെ ഒരു അപേക്ഷയുള്ളത് എൻ്റെ നാടിനോട്. അവിടെ പല നടക്കുന്നു എന്ന് ഞാൻ അറിയണു. അതൊക്കെ എന്താ പറയുക, ഹൃദയവേദന, സങ്കടം തരുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ആരും അങ്ങനെ അവരുടെ ബാക്കിയുള്ള എന്തെങ്കിലും സ്വത്തോ മുതലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ തന്നെ എടുക്കട്ടെ, മറ്റുള്ളവരത് കയ്യേറാൻ പോകരുത്. എൻ്റെ ഒരു അപേക്ഷയത്. ഭയങ്കര വേദനാജനകമായ ഒരു കാര്യമാണ് ഇതറിഞ്ഞപ്പം മുതൽ. അതേപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവർ വേറെ സംഘടനകളുടെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നു. എന്തിനാ നമുക്ക് ഇത്രയും ആധിപത്യം സ്ഥാപിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മളെന്തിനാ മറ്റുള്ളവരെ പൊതിപ്പിക്കാനല്ലല്ലോ നമ്മൾ സഹായിക്കുന്നത്. നമ്മൾ എന്താ പറയുക, പൊതുവായിട്ട് നമുക്കാരുടെയും വേണ്ടല്ലോ, ദൈവത്തിൽ മാത്രം അർപ്പിച്ചാൽ പോരെ. നമുക്ക് മറ്റുള്ളവരറിയാൻ വേണ്ടിയാണോ നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്യുന്നത്? അതൊന്നുമില്ലാത്ത എന്തിനാ അവരെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ള. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന അത് അവരാരെയും അഭിനന്ദനങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരോട് മേടിച്ചിട്ട് മറ്റുള്ളവരെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നു, മറ്റുള്ള സംഘടനകളെ സ്റ്റിക്കർ ഒട്ടിക്കുന്നു. അവർക്ക് പ്രസിദ്ധി വേണം, അവർക്ക് എല്ലാവരുടെയും മുന്നിൽ വലിയ ആൾക്കാരാകണം. അതിന് വേണ്ടിയിട്ടല്ലേ. ദൈവത്തിൻ്റെ മുന്നിൽ ഇതിനൊന്നും യോഗ്യരല്ല എന്ന് നമുക്കറിയില്ലേ.
പിന്നെ എന്തിനാ അവരെ ഉപദ്രവിക്കുന്നത്? അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ദയവ് ചെയ്ത് അവരെ ഉപദ്രവിക്കരുത്. നമ്മൾ സഹായിച്ചില്ലേലും നന്മ ചെയ്തില്ലേലും തിന്മ ചെയ്യരുത്. നമ്മളൊക്കെ എന്താ പറയുക, ഒന്നും സഹായിക്കാൻ കഴിയില്ല. പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നല്ലേ ഉള്ളൂ. പ്രാർത്ഥന മാത്രമാണ് ഉള്ളത്. അപ്പം അവരുടെ വസ്തുവകളുടെ ഉള്ളത് അവിടെ കിടന്നോട്ടെ. അതാരും എന്താ പറയുക, അതിൽ നിന്ന് കൈയിട്ട് വരല്ലേ പ്ലീസ്. ഒരപേക്ഷയാണത്.